ഞാനിവിടെ വീഴുവാണ്, എൻ്റെ കൂടെ ഒരു 10-15 പേരെ നിൽക്കാം. നമ്മൾ ദുബായിൽ തന്നെയാണ് വിളിച്ചത്. ദുബായ് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ദുബായ് ഒരു അന്യനാടല്ല, നമ്മുടെ നാട് തന്നെയാണ്. നമ്മുടെ നാട്ടുകാരും നമ്മളോട് സ്നേഹമുള്ളവരുമാണ് ഈ നാട്ടിലുള്ളത്. സ്വാഭാവികമായിട്ടും ദുബായ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു സെക്കൻഡ് ഹോമാണ്, രണ്ടാമത്തെ വീടാണ്. നമ്മുടെ നമ്മുടെ വീടുള്ളതുപോലെ ഇവിടെ തന്നെ ഇത്രയും ആളുകൾ, മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ബന്ധുഗ്രഹത്തിൽ വരുന്നത് പോലെ അതിനപ്പുറത്തേക്ക് ഒരു സ്വന്തം ഗ്രഹത്തിൽ വരുന്ന ഫീലിംഗാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും ദുബായ് തന്നെ വെച്ച് നടത്തുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും നടത്തുന്നത്. നമ്മുടെ പുതിയ പടമാണ്, മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ സിനിമയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഞങ്ങൾക്ക് 4 പടങ്ങളും ഞങ്ങളെ കൊണ്ടാവുന്നത് നന്നാക്കാനും സാധിച്ചു. അത് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തതിനൊക്കെ നന്ദിയുണ്ട്. ഇത് 5ാമത്തെ പടമാണ്. ഇതുവരെയുള്ള പടങ്ങളെക്കാൾ കുറച്ച് വലിയ സിനിമയാണ് ഇത്. നിങ്ങളെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ കഴിഞ്ഞ 4 പടങ്ങളും നിർമ്മിച്ചതും റിലീസ് ചെയ്തത്. ഈ സിനിമയും നിങ്ങളെയാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ സ്നേഹവും ഈ സിനിമയോടുണ്ടാവണം. അതുപോലെ ജോസേട്ടായി അപ്പോൾ ജോസേട്ടായി നിങ്ങൾ സ്നേഹപുരസ്സരം സ്വീകരിക്കും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇത് കുടുംബചിത്രമാണോ, ഒരു ആക്ഷൻ സിനിമയാണോ, കോമഡി സിനിമയാണോ, റൊമാൻറ്റിക് സിനിമയാണോ, അല്ലെങ്കിൽ ലോ ക്ലാസ് ആണോ, ഹൈ ക്ലാസ് ആണോ, മാസ് ആണോ, ക്ലാസ് ആണോ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഈ സിനിമ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ക്ലാസും മാസും ഫാമിലിയും യൂത്തും ഒന്നുമല്ല, എല്ലാ പ്രായക്കാർക്കും എല്ലാവർക്കും കൂടെയുള്ള സിനിമയാണ്. ഇപ്പോൾ ജോസേട്ടായിയെ സ്നേഹപൂർവ്വം സ്വീകരിക്കാൻ ഞങ്ങളുടെ ട്രയലർ ലോഞ്ചാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ട്രയലർ ലോഞ്ച് ചെയ്യും. ഇത് വെറും സാമ്പിളാണ്. ഇത് ആദ്യം നിങ്ങളെ തന്നെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത്രയും ആവേശം, ഞങ്ങളുടെ ധൈര്യം, ഞങ്ങളുടെ ഊർജ്ജമൊക്കെ നിങ്ങളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ, ഇദ്ദേഹമാണ്, അത് മനസ്സിലായല്ലോ അല്ലേ, രാജ്ഭായ് ഷെട്ടി. പാപം സ്വാമി ഭക്തനായ വലിയൊരാളാണ്. ലോകദുഷ്ടനാണ് സിനിമയിൽ, പക്ഷെ പാവത്താനാണ്. ഇതാണ് നമ്മുടെ നായിക. ഞങ്ങൾ നേരത്തെ കുറേ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ കൂടെ ആദ്യമായിട്ടാണ്. വലിയ നീണ്ട റോളാണ്, ഒരുപാട് അഭിനയിക്കാനുള്ള കഥാപാത്രമാണ്. മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് സാക്ഷ്യപ്പെടാൻ പോവുകയാണ്. കൺഗ്രാജുലേഷൻസ്, ഓൾ ദ ബെസ്റ്റ്. മിഥുൻ മാനുവൽ തോമസ്. ഞങ്ങൾ 1-2 സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു ആക്ഷൻ സിനിമയുടെ, അല്ലെങ്കിൽ ആക്ഷൻ സിനിമ എന്ന് ഞാൻ പറഞ്ഞു പോയില്ലേ, കുഴപ്പമില്ല, ഇങ്ങനെ ഒരു സിനിമയുടെ തിരക്കഥ എഴുതുന്നത്. നല്ല ഭാവിയുടെ ചെറുപ്പക്കാരനാണ്. ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെ അണിയറയിൽ അണിഞ്ഞൊരുങ്ങുന്നുണ്ട്. ഈ സിനിമയുടെ വലിയൊരു മുതൽക്കൂട്ടാണ് മിഥുൻ മാനുവൽ തോമസ്. 3 പേരുണ്ടെങ്കിലും ആളൊന്നേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും ഈ സിനിമ താങ്ക് യു. ഞങ്ങളെല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവർ വളരെ 150-200 പേര് ഇവരുടെ കൂടുതൽ വളരെ കുറച്ച് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുള്ളൂ. ഞങ്ങളാണ് അവരെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും സ്നേഹവും എല്ലാവരുടെയും സഹകരണവും ഞങ്ങൾ അവരുമായി പങ്കുവയ്ക്കുകയാണ്. എല്ലാവർക്കും ഒരു ശുഭരാത്രി. ഗുഡ് നൈറ്റ്. താങ്ക് യു. നമുക്ക് ചെറിയ